നവീൻ ഇപ്പോൾ കുടുംബം കോടതിയിൽ ചെന്ന് പറയുന്നത് ഇത് കൊലപാതകമാണ് എന്ന് സംശയമുണ്ട് എന്നാണ്. കോടതി ഒന്ന് അത്ഭുതത്തോടു കൂടിയാണ് ചോദിക്കുന്നത്, ഇത് ആത്മഹത്യാ കേസല്ലേ എന്ന്. കോടതിയെ ഈ കാര്യങ്ങൾ, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താനായിട്ടുണ്ടോ? നോക്കൂ, ഇത് ഞങ്ങൾക്ക് അറിയുന്ന ശ്രീ നവീൻ ബാബു, അദ്ദേഹം ജീവിച്ച് കൊതിതീർന്ന ഒരു മനുഷ്യനല്ല. അദ്ദേഹം വാത്സല്യനിധിയായ ഒരു പിതാവാണ്, 2 പെൺകുട്ടികളുടെ അച്ഛനാണ്, സ്നേഹനിധിയായ ഒരു ഭർത്താവാണ്, ഒരു സഹോദരനാണ്, 100 കണക്കിന് പേർക്ക് ഒരു നല്ല സുഹൃത്താണ്. 32 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു നല്ല സഹപ്രവർത്തകനാണ്, നല്ല ഓഫീസറാണ്. എഫിഷ്യൻസിയുടെ അടിസ്ഥാനത്തിൽ എ കാറ്റഗറിയിൽ വരുന്ന, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എ കാറ്റഗറിയിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാനം ശിഷ്ടകാലം 7 മാസം സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാനും തൻ്റെ കുടുംബകാര്യങ്ങളിൽ, തൻ്റെ ഇളയ മകളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ, മൂത്ത മകളുടെ വിവാഹ കാര്യത്തിൽ ഒക്കെ അങ്ങനെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിലേക്ക്, ജന്മനാട്ടിലേക്ക്, ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക്, പത്തനംതിട്ടയിലേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടണമെന്ന് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും യൂണിയനുകളോടും ഒക്കെ അഭ്യർത്ഥിച്ച ഒരു വ്യക്തിയാണ്. എന്തിനേറെ പറയുന്നു, അവസാനമായി തിരിച്ചു പോകുമ്പോൾ സ്വന്തം വീട്ടുവളപ്പിൽ നട്ടു വളർത്തിയ പച്ചക്കറികൾക്ക് ഒരു പന്തൽ ഇടണം എന്ന് നിർദ്ദേശിച്ച് എനിക്ക് ഈ കൃഷിയിലേക്ക് ഇനി കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞ് യാത്ര പോയ ഒരു മനുഷ്യനാണ് ഈ ഭൂമുഖത്തു നിന്നും എന്നത്തേക്കുമായിട്ട് ചിലരുടെ പ്രവർത്തിയാൽ ഇല്ലാതായിപ്പെട്ടത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യവും മുമ്പിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം സന്തുഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് സഹപ്രവർത്തകരുടെ സമീപനം വളരെ കോടികളായിരുന്നു. അങ്ങനെ ജീവിത പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, സ്വന്തം വീട്ടിലെ പച്ചക്കറി കൃഷിക്ക് പന്തലൊരുക്കണമെന്ന് നിർദ്ദേശം നൽകി തിരിച്ചു പോയ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അദ്ദേഹത്തെ അടുത്തറിയുന്ന ആർക്കും സാധ്യമല്ല. തൻ്റെ നീണ്ട ഔദ്യോഗിക ജീവിത കാലഘട്ടത്തിൽ നിഷ്പക്ഷമായിട്ട് നീതിക്കുതകുന്ന രീതിയിൽ നിർണായകമായ ധാരാളം തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള മനസ്സുറപ്പുള്ള ഒരു വ്യക്തി, തൻ്റെ യാത്രകളെപ്പറ്റി ഫേസ്ബുക്കിൽ കുറിക്കുന്ന വ്യക്തി, റിട്ടയർമെൻറ്റിന് ശേഷം ഇന്ത്യയൊട്ടാകെ യാത്ര ചെയ്യണം, സഞ്ചരിക്കണം, ഇന്ത്യയെ കാണണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുമ്പോൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ, അത് ആര് തന്നെയായാലും അവരെ ഈ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന ആഗ്രഹമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭയം പ്രാപിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അത് മനസ്സിലാവുന്നു അഡ്വക്കേറ്റ് അനിൽ പി നായർ. പക്ഷേ ഇത് അപമാനിക്കൽ, പരസ്യമായ അപമാനിക്കൽ, അപ്പോൾ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റതുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോയി എന്നതായിരുന്നല്ലോ ആദ്യത്തെ നിങ്ങളുടെയും അനുമാനം. അപ്പോൾ അങ്ങനെ ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ അത് കൊന്നു കെട്ടിത്തൂക്കിയത് ആയിരിക്കാം എന്നൊരു സംശയം കൂടി നിങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ വാദങ്ങൾ അത് തെറ്റായിപ്പോയി, എന്താണ് നിങ്ങളത് കോടതിയിൽ ആ രീതിയിൽ അത് ബോധ്യപ്പെടുത്താനാകുന്നുണ്ടോ? കോടതിക്ക് അത്ഭുതത്തോടാണ് കോടതി അത് ചോദിക്കുന്നത്, ഇത് ആത്മഹത്യാ കേസല്ലേ എന്ന്. നോക്കൂ, നമ്മുടെ ശിക്ഷാ നിയമത്തിൽ ശിക്ഷിക്കപ്പെടാൻ പറ്റാത്ത ഒരു കുറ്റകൃത്യം എന്ന് പറയുന്ന ആത്മഹത്യയാണ്. ഇപ്പോഴും ആത്മഹത്യാ ശ്രമത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ആത്മഹത്യയെ പ്രേരിപ്പിക്കുന്നത്, ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് സീരിയസ് ആയ 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ്. സപ്പോസ് ഇത് സൂയിസൈഡ് ആണ് എന്നിരിക്കട്ടെ, അതിലേക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ഇന്ന് പൊതുസമൂഹത്തിന് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട്. ഒരു പ്രസംഗത്തിലേക്ക് നയിച്ചത് ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട വ്യക്തിയും ഈ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ നടക്കുന്ന അവിശുദ്ധമായ സാമ്പത്തിക ഇടപാടുകളുടെ പരിണിത ഫലമാണ്. അമിതമായ താല്പര്യം, തൻ്റെ അധികാരപരിധിയിൽ വരാത്ത ഒരു കാര്യം
ചെയ്തു കൊടുക്കുവാൻ, നിയമം ലംഘിച്ച് ചെയ്തു കൊടുക്കുവാൻ അന്ന് ഔദ്യോഗിക സ്ഥാനത്തിരുന്ന ഹൈറാർക്കിയിൽ ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ചിട്ട് ഹൈറാർക്കിയിൽ ജില്ലാ കളക്ടറേക്കാട്ടിൽ മുന്നിലിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നവീൻ ബാബുവിനോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഏത് ക്രൈമിനും ഒരു അതിൻ്റെ തുടക്കമുണ്ട്, ഒറിജിനുണ്ട്. ആ ഒറിജിനിലേക്ക് പോകാതെ പോകുന്ന ഒരു അന്വേഷണം എന്താണ്, ഇതിൻ്റെ പ്രേരണ ഘടകം എന്താണ് ഇങ്ങനെ ഒരു പ്രസംഗം നടത്താൻ പ്രേരിപ്പിച്ചത്, അതിലുള്ള അമിതമായ താല്പര്യം എന്താണ്? തീർച്ചയായും അതിലേക്ക് അന്വേഷണം പോയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷലിപ്തമായ പ്രശ്നം പോയിട്ടില്ല? അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ആരോ വരച്ച ഒരു ലക്ഷ്മണ രേഖയ്ക്കുള്ളിൽ നിൽക്കുവാൻ വേണ്ടി മാത്രം ഈ അന്വേഷണം പോകുന്നു എന്ന തോന്നൽ ബന്ധുക്കൾ എന്ന നിലയിൽ ഞങ്ങളുടെ മനസ്സിലുണ്ട്, പൊതുസമൂഹത്തിൻ്റെ മനസ്സിലുണ്ട്. ആദ്യം മുതൽ നിയമലംഘനമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മരണമായിപ്പെട്ട് ആദ്യ നിമിഷം മുതൽ ഞങ്ങൾ പറയുന്ന ഒരു സംവിധാനമുണ്ട്. നിയമലംഘനം നടന്നിരിക്കുന്നു. നോക്കൂ, ഒരു കോഗ്നിസബിൾ ഒഫൻസിനെ പറ്റി റിപ്പോർട്ട് ചെയ്താൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ബാധ്യതയുള്ള പോലീസ് ഇവിടെ മനഃപൂർവ്വം പി ദിവ്യയെ മാത്രമാണ് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി FIR കൊടുത്തിരിക്കുന്നത്. 15-ാം തീയതി തന്നെ രേഖാമൂലം പരാതി കൊടുത്തിരുന്നു പ്രശാന്തൻ. ഈ പ്രശാന്തിന് വേണ്ടിയിട്ടാണ് പ്രത്യക്ഷത്തിൽ ഈ പ്രസംഗം നടത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രശാന്തനും ദിവ്യയുമായിട്ട് ഇതിനകത്തൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് കണ്ണൂർ ജില്ലാ കളക്ടറുടെ അറിവോടുകൂടും അനുവാദത്തോടും കൂടിയാണ് അവർ ആ വേദിയിലേക്ക് കടന്നു വന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഹൈറാർക്കിയിലും ഉപരിയായിട്ടുള്ള ജില്ലാ കളക്ടർ അത്തരത്തിലൊരു സന്ദർഭത്തിൽ അനുചിതമായൊരു പ്രവർത്തനം വന്നപ്പോൾ അത് ശരിയല്ല എന്ന് പറയേണ്ടിയിരുന്ന ജില്ലാ കളക്ടർ ആ പ്രസംഗം ആസ്വദിക്കുമ്പോൾ ഞങ്ങളെ ആദ്യമായിട്ട് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു, അവർ വരുമെന്നറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ തുടക്കം മുതൽ ഈ കേസിൽ ഉന്നത ഉദ്യോഗസ്ഥനായ കളക്ടറും പ്രശാന്തനും ഒക്കെ ഈ കേസിൽ ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടുള്ള വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, എന്തിനു വേണ്ടി, അവർക്ക് വേണ്ടി കള്ള തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഏത് മനസാക്ഷിയുള്ള വ്യക്തിയും ഒന്ന് ചിന്തിച്ചു പോകും, ഈ അന്വേഷണം ഇങ്ങനെ പോയാൽ യഥാർത്ഥ പ്രതികൾ എത്തുകയില്ല, യഥാർത്ഥ പ്രതികൾ നീതിപീഠത്തിൻ്റെ മുമ്പിൽ എത്തപ്പെടുകയില്ല എന്ന് സംശയിച്ചാൽ ആരെയാണ് കുറ്റം പറയാൻ പറ്റുക? നോക്കൂ, ഒരാളെ മാത്രം ഈ കേസിൽ പ്രതിയാക്കിയാൽ അതിൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻ, അതിൻ്റെ ജെനിസിസ്, ഒറിജിൻ എക്സ്പോസ് ചെയ്യപ്പെടാതെ പോയാൽ ഈ പ്രതിയാക്കപ്പെട്ട വ്യക്തി കൂടി രക്ഷപ്പെട്ടു പോകും, നിയമത്തിൻ്റെ ക്ലച്ചസിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് വ്യക്തമായ ബോധമുള്ളത് കൊണ്ടാണ്, ഒരു രാഷ്ട്രീയ ചിന്തയുടെയും പേരിലല്ല, ഈ സമൂഹത്തിൽ ഒരു ഉന്നത പദവിയിൽ നിഷ്പക്ഷമായി സത്യസന്ധമായി ജോലി ചെയ്ത അനേകായിരം വരുന്ന ഈ കേരളത്തിലെ എക്സിക്യൂട്ടീവ് വർഗത്തിൻ്റെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 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 ഉദ്യോഗസ്ഥനും ഈ ഭരണത്തിന്റെ ഈ ക്രൂരതയ്ക്ക് ഇരയാവരുത് എന്നുള്ള സതുദ്ദേശത്തോടു കൂടി മാത്രമേ. നിങ്ങൾ കളക്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ കളക്ടറെയും സംശയത്തിന് നിഴലാണല്ലോ നിർത്തുന്നത്. പക്ഷേ ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഒപ്പമെന്ന് ആവർത്തിച്ചു പറയുന്ന, അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് ആവർത്തിച്ചു പറയുന്ന റവന്യൂ മന്ത്രിയും റവന്യൂ വകുപ്പും നടത്തിയ അന്വേഷണത്തിലും കളക്ടർക്കെതിരെ പരാമർശങ്ങളില്ല എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. കളക്ടറുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിനും സംശയങ്ങളില്ല എന്നാണോ അറിയേണ്ടത്? കാരണം റിപ്പോർട്ട് ഏതായാലും പുറത്തേക്ക് വന്നിട്ടില്ല, അത് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിയാണത് ഇപ്പോൾ പുറത്തേക്ക് വിടേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പക്ഷേ അറിയാൻ കഴിഞ്ഞിരിക്കുമല്ലോ, എന്തുകൊണ്ടാണ് കളക്ടറുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് ഇപ്പോൾ ഒരു ക്ലീൻ ചിറ്റ് നൽകിയത്? നോക്കൂ, ഞങ്ങൾ വെറും സാധാരണക്കാരനാണ്. ഔദ്യോഗിക രംഗത്ത് രഹസ്യരേഖകളൊന്നും വായിക്കാനുള്ള അവസരം ഞങ്ങൾക്കില്ല. CD കേസ് റെക്കോർഡുകളും വായിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പറ്റും, വളരെ തുടക്കം തൊട്ട് തന്നെ ഞങ്ങൾ മിസ്ലീഡ് ചെയ്യപ്പെട്ടു എന്നുള്ള സത്യം വേദനയോടെ തുറന്നു പറയേണ്ടി വരികയാണ്. ഞങ്ങളുടെ യാത്രക്കിടയിൽ ഞങ്ങൾ ഈ വിവരങ്ങൾ അറിഞ്ഞ അവസരത്തിൽ തന്നെ പറഞ്ഞതാണ്, ദയവായി പോസ്റ്റ്മോർട്ടം അവിടെ വെച്ച് നടത്തരുത് എന്ന് കളക്ടറോട് ആവശ്യപ്പെട്ടതാണ്, ബഹുമാനപ്പെട്ട കളക്ടറോട് ആവശ്യപ്പെട്ടതാണ്. നോക്കൂ, യാത്രക്കിടയിൽ നേരിട്ടല്ല ഞങ്ങൾ കളക്ടറെ ആദ്യം ബന്ധപ്പെട്ടത്. ഞങ്ങൾ കളക്ടറുമായിട്ട് സംസാരിക്കണം. ഈ പോസ്റ്റ്മോർട്ടം നടത്താൻ പോകുന്ന സ്ഥലം അത് ഈ പി ദിവ്യയ്ക്കും അവരുടെ ഭർത്താവിനും ഈ കേസിലെ ഗൂഢാലോചന നടത്തിയ പ്രശാന്തനും ഒരുമിച്ച് സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ നടത്തപ്പെടുന്ന പോസ്റ്റ്മോർട്ടം നിഷ്പക്ഷമാണ് എന്ന് ചിന്തിക്കാൻ സാധാരണ യുക്തിയുള്ള വ്യക്തികൾക്ക് സാധിക്കില്ല. ദയവായി ആ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആ പോസ്റ്റ്മോർട്ടം ഒന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട് പോലും അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ എന്തിനാണ് ഈ വ്യഗ്രത?
Debate with Smriti Parathikkad.